നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സൊസൈറ്റിയിലെ കോടികളുടെ തട്ടിപ്പ്. മുഖ്യപ്രതിയടക്കം 2 പേർ പിടിയിൽ. രാഷ്ട്രീയത്തിനതീതമായി വോട്ടുകൾ ലഭിച്ചതാണ് വലിയ ഭൂരിപക്ഷം നൽകിയതെന്ന് ഉണ്ണിത്താൻ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് തനിക്ക് ലഭിച്ചതായും ഉണ്ണിത്താൻ. ഉണ്ണിത്താന്റെ വൻ വിജയം പരമ്പരാഗത ഇടത് കോട്ടകൾ തകർത്തെറിഞ്ഞ് നേടിയത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. സുരേഷ് ഗോപിയുടെ വിജയം. ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ ശയനപ്രദക്ഷിണം നടത്തി. ലോക പരിസ്ഥിതി ദിനാഘോഷം. കേരളം വനം വന്യജീവി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ഉദ്ഘാടനം ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന അനിശ്ചിതകാല സമരം 100 ദിനം പിന്നിട്ടു. ശയനപ്രദക്ഷിണ സമരം നടത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സൊസൈറ്റിയിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതിയടക്കം 2 പേർ പിടിയിൽ. സൊസൈറ്റി സെക്രട്ടറി കർമ്മന്തൊടി സ്വദേശി K. രതീശൻ, ഇയാളുടെ റിയൽ എസ്റ്റേറ്റ് പങ്കാളി കണ്ണൂർ സ്വദേശി മഞ്ഞക്കണ്ടി ജബ്ബാർ എന്നിവരാണ് പിടിയിലായത്. തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ നിന്നും 4.76 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതിയടക്കം 2 പേരെ അന്വേഷണ സംഘം പിടികൂടി. കർമ്മന്തൊടി ബാളക്കണ്ടത്തെ രതീശൻ, കണ്ണൂർ താണ സ്വദേശിയും പയ്യന്നൂരിൽ താമസക്കാരനുമായ അബ്ദുൽ ജബ്ബാർ എന്നിവരാണ് തമിഴ്നാട് നാമക്കലിൽ വെച്ച് പിടിയിലായത്. ബേക്കൽ DYSP ജയൻ ഡൊമിനിക്കിന്റെ നിർദ്ദേശപ്രകാരം ആദൂർ SI അനുരൂപും സംഘവുമാണ് ഇരുവരെയും പിടികൂടിയത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഇരുവരെയും വലയിലാക്കിയത്. തട്ടിപ്പ് പുറത്തു വന്നതിനു ശേഷം ഒളിവിൽ പോയ ഇരുവരും ബംഗളൂരു, ഷിമോഗ, ഹാസൻ എന്നിവിടങ്ങളിൽ താമസിക്കുന്നതിനിടെ പോലീസ് പിന്തുടർന്നതോടെയാണ് ചെന്നൈയിലേക്ക് കടന്നത്. പിന്നീട് അവിടെ നിന്നും നാമക്കലിൽ എത്തുകയായിരുന്നു. ഇവിടെ എത്തിയ അന്വേഷണ സംഘം 2 പേരെയും പിടികൂടുകയായിരുന്നു. രതീശൻ സംഘത്തിൽ നിന്നും കടത്തിയ സ്വർണത്തിൽ നിന്നും ഭൂരിഭാഗവും അന്വേഷണ സംഘം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് സഹകരണ വകുപ്പ് ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയ സമയത്ത് മെയ് 9 സഹകരണ സംഘം ഓഫീസിൽ അതിക്രമിച്ച് കടന്നാണ് സെക്രട്ടറി K. രതീശൻ പണയ ഉരുപ്പടികൾ കടത്തിയത്. ഇത് പിന്നീട് സുഹൃത്തുക്കൾക്ക് പണയപ്പെടുത്തുവാൻ നൽകുകയായിരുന്നു. ഒളിവിൽ പോയ രതീശനെ പിടികൂടാത്തത് ഇടപാടുകാരുടെ കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. തുടർന്ന് പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. ഇതിനിടെയാണ് പ്രതികൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പിടിയിലായിരിക്കുന്നത്. കേസിൽ നേരത്തെ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. കാഞ്ഞങ്ങാട് നെല്ലിക്കാട് സ്വദേശി അനിൽകുമാർ, പറക്കളായി സ്വദേശി ഗഫൂർ, ബേക്കൽ സ്വദേശി ബഷീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി വോട്ടുകൾ ലഭിച്ചതാണ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനായതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP KCN ന്യൂസിനോട് പറഞ്ഞു. വർഗീയത പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് പിടിക്കാനാണ് CPM ശ്രമിച്ചതെന്നും അതവർക്ക് തിരിച്ചടിയായെന്നും ഉണ്ണിത്താൻ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് തനിക്ക് ലഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി വോട്ടുകൾ ലഭിച്ചതാണ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനായതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP KCN ന്യൂസിനോട് പറഞ്ഞു. പാർട്ടി ഗ്രാമങ്ങളുള്ള മണ്ഡലമായ കാസർഗോഡ് 1952 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ AK ഗോപാലൻ മത്സരിക്കാൻ വെല്ലുവിളിച്ച മണ്ഡലത്തിലാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായതെന്നും ഉണ്ണിത്താൻ. 1952 ശ്രീ AK ഗോപാലൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിച്ചൊരു മണ്ഡലമാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എൻ്റെ മണ്ഡലത്തിൽ വന്ന് എനിക്കെതിരെ മത്സരിക്കാൻ? അപ്പോൾ അത്ര കണ്ട ആത്മവിശ്വാസമുള്ള ഇടതുപക്ഷ വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഞാൻ ജയിച്ചത് 40,438 വോട്ടാണ്. ഇത്തവണ എനിക്കെതിരെ മത്സരിച്ച ബാലകൃഷ്ണ മാസ്റ്റർ പറഞ്ഞാൽ അത് നാട്ടുകാർക്ക് പറ്റിയൊരു കയ്യബദ്ധമാണ്. ആ കയ്യബദ്ധം ഇനി ഉണ്ടാവില്ല. അപ്പോൾ നാട്ടുകാർ തെളിയിച്ചു അതൊരു കയ്യബദ്ധമല്ല. ഞങ്ങൾ അറിഞ്ഞാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിച്ചത്. MP എന്ന നിലയിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു. ഈ മണ്ഡലത്തിന് വേണ്ടി ഞാൻ പാർലമെന്റ് അകത്തും പുറത്തും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഇടപെടലുകൾ, ഈ മണ്ഡലത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം ജനങ്ങൾ അംഗീകരിച്ചു. 35 വർഷം ഇവിടെ ഭരിച്ച ആളുകൾ ഒരു വികസന രേഖയെടുത്തി. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു MP ഉണ്ടായിരുന്ന ചരിത്രം പോലും അവരെപ്പോഴാണ് അറിയുന്നത്. മതേതര മണ്ണിൽ തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാനാണ് CPM ശ്രമിച്ചത്.
ഈ മതേതര മണ്ണിൽ എന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാനല്ലേ ഈ തളങ്കര ഇഷ്യൂ കൊണ്ടുവന്ന് എന്നെ പൊട്ടുമായിച്ച് കളയുന്നു, എൻ്റെ ചരട് കണ്ടിച്ച് കളയുന്നു, എൻ്റെ മുണ്ട് പെട്ടെന്ന് ഇടത്തുവശത്തോട്ട് ഉടുപ്പിക്കുന്നു. കത്രിക ഉണ്ടായിരുന്നെങ്കിൽ പൊന്നാനി കൊണ്ടുപോയി അതോടെ കട്ട് ചെയ്തേനെ. അപ്പം അത് അത്ര ഹീനമായ BJP പോലും നടത്താത്ത വർഗീയ പ്രചരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിക്കാൻ അവർ നടത്തിയത്. എന്നെപ്പോലെ ഒരു വലിയ ഈശ്വരവിശ്വാസി അവർ കണ്ടിട്ടില്ല, എന്നെപ്പോലെ വലിയൊരു മതേതരവാദിയെ കണ്ടിട്ടില്ല. ആ മതേതരവാദിയെ എന്നെ വർഗീയത പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിക്കും. അതെല്ലാം അവർക്ക് തിരിച്ചടിയായി. കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവർ തനിക്ക് അനുകൂലമായാണ് വോട്ട് രേഖപ്പെടുത്തിയത്. BJPയുടെ വോട്ട് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. മഞ്ചേശ്വരത്തും കല്യാശ്ശേരിയിലും മാക്സിമം വോട്ട് കൂടി, പിന്നെ ഉദുമ കൂടി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം BJPയുടെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ഒരെണ്ണം കുറഞ്ഞിട്ടില്ല, അവരുടെ വോട്ട് വർദ്ധിച്ചു. അപ്പം BJPയുടെ ഒറ്റ വോട്ട് പോലും എനിക്ക് ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ? അതേസമയം കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് രാഷ്ട്രീയമാണ്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയായിരിക്കും തന്റെ പ്രവർത്തനങ്ങളെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. ക്യാമറാമാൻ ചേതൻ കുമാറിനൊപ്പം മനീഷ ആമി, KCN ന്യൂസ്, കാസർഗോഡ്. പരമ്പരാഗത ഇടത് കോട്ടകൾ തകർത്തെറിഞ്ഞായിരുന്നു ഉണ്ണിത്താന്റെ വൻ വിജയം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഉണ്ണിത്താൻ വിജയിച്ച് കയറിയത്. ഇടതിന്റെ തട്ടകമായ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ണിത്താൻ നേടിയത് വമ്പൻ ജയം. രണ്ടാമംഗത്തിൽ കൂടുതൽ കരുത്തനായ ഉണ്ണിത്താൻ 1 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കാസർഗോഡൻ മണ്ണിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചത്. കാസർഗോട്ടെ ഇടത് പരമ്പരാഗത കോട്ട കൊത്തളങ്ങളെല്ലാം ഉണ്ണിത്താന്റെ മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചയായിരുന്നു ഇത്തവണ കണ്ടത്. ഉണ്ണിത്താന്റെ പ്രഭാവത്തിനു മുന്നിൽ ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ ഒരിടത്തും മുൻപിലെത്തുവാൻ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണനായില്ല. 2019 ഇടതുപക്ഷത്തിന് നേരിയ ഭൂരിപക്ഷമെങ്കിലും കൊടുത്ത കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ നിലം തൊട്ടില്ല. പയ്യന്നൂർ, കല്യാശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളിലാകട്ടെ താരതമ്യേന കുറഞ്ഞ ഭൂരിപക്ഷമേ LDFന് കിട്ടിയുള്ളൂ. അതേസമയം UDF കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് മഞ്ചേശ്വരത്തും കാസർഗോട്ടും LDFൽ നിന്നും വലിയ വോട്ട് വ്യത്യാസം നേടാനായതും രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിൽ നേട്ടമായി. മഞ്ചേശ്വരം 44,281, കാസർഗോഡ് 47,245, ഉദുമ 11,959, കാഞ്ഞങ്ങാട് 2,050, തൃക്കരിപ്പൂർ 10,448 എന്നിങ്ങനെയാണ് UDF ലീഡ്. പയ്യന്നൂരിൽ LDF 25,000 മുകളിൽ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിടത്ത് കിട്ടിയത് 13,257 വോട്ടുകളാണ്. ഉറച്ച CPM കോട്ടയായ കല്യാശ്ശേരിയിൽ 1,058 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താന് 4,90,659 വോട്ടും MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് 3,90,10 വോട്ടും NDA സ്ഥാനാർത്ഥി ML അശ്വിനിക്ക് 2,19,558 വോട്ടുമാണ് ലഭിച്ചത്. ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥി സുകുമാരിക്ക് 1,612 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ അനീഷ് പയ്യന്നൂരിന് 759 വോട്ടും രാജേശ്വരിക്ക് 897 വോട്ടും മനോഹരന് 804 വോട്ടും ബാലകൃഷ്ണൻ Nന് 628 വോട്ടും N കേശവനായിക്കിന് 507 വോട്ടും ലഭിച്ചു. 7,112 വോട്ടുകളാണ് നോട്ടയ്ക്ക് ലഭിച്ചത്. 1,649 വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷത്തിനാണ് ഉണ്ണിത്താൻ വിജയിച്ചത്. കഴിഞ്ഞ തവണ ഉണ്ണിത്താൻ നേടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമാണിത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിൽ സുരേഷ് ഗോപിയിലൂടെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ. കാഞ്ഞങ്ങാട്ടും മാവുങ്കാലിലും BJP പ്രവർത്തകർ റോഡിൽ ശയനപ്രദക്ഷിണം നടത്തി. കേരളത്തിൽ സുരേഷ് ഗോപിയിലൂടെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച BJP പ്രവർത്തകർ. കാഞ്ഞങ്ങാട്ടും മാവുങ്കാലിലും BJP പ്രവർത്തകർ റോഡിൽ ശയനപ്രദക്ഷിണം നടത്തിയാണ് ആഹ്ലാദം പ്രകടിപ്പിച്ചത്. മാവുങ്കാലിലെ ഓട്ടോ ഡ്രൈവറും നെല്ലിത്തറ പുലേനടുക്കം സ്വദേശി KM മധു രാംനഗർ ഹൈസ്കൂളിന് മുന്നിൽ നിന്നും തുടങ്ങി ശയനപ്രദക്ഷിണം മാവുങ്കാൽ ടൗണിൽ അവസാനിപ്പിച്ചു. പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും മധുരപലഹാരം വിതരണം ചെയ്തും നൂറുകണക്കിന് പ്രവർത്തകർ മധുവിന് പിന്തുണയുമായി എത്തി. ഹോസ്ദുർഗിലെ BMS ചുമട്ടുതൊഴിലാളി വാഴക്കോട്ട് സ്വദേശി K അജിത്,
BJP കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി ഓഫീസറായ KG മാരാർ മന്ദിരത്തിൽ നിന്നും മാരിയമ്മൻ ക്ഷേത്ര പരിസരം വരെ ശയന പ്രദക്ഷിണം നടത്തി. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുകയാണെങ്കിൽ ഫലപ്രഖ്യാപനം വരുന്ന ദിവസം ശയന പ്രദക്ഷിണം നടത്തുമെന്ന് ഇരുവരും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ കേരളത്തിൽ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ശയന പ്രദക്ഷിണം ചെയ്യുന്നു പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ചു. ഹോസ്ദുർഗിൽ BJP മണ്ഡലം പ്രസിഡന്റ് M പ്രശാന്ത്, BMS ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ഏച്ചിക്കാനം, രാധാകൃഷ്ണൻ വാഴക്കോടൻ എന്നിവരും, മാവുങ്കാലിൽ BJP ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രൻ മാവുങ്കാൽ, BMS ജില്ലാ സെക്രട്ടറി KV ബാബു, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് മാവുങ്കാൽ എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വമ്പൻ വിജയത്തിൽ ആഹ്ലാദത്തിലാറാടി UDF പ്രവർത്തകർ. തൃക്കരിപ്പൂരിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് നാസിക് ബാൻഡ് അകമ്പടിയായി. ഇടയിലക്കാട്ടിൽ പ്രഥമൻ പായസം നൽകിയാണ് ആഘോഷമാക്കിയത്. 1,00,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ വീണ്ടും വിജയിപ്പിച്ചതിൽ വോട്ടർമാർക്ക് നന്ദിയർപ്പിച്ചാണ് തൃക്കരിപ്പൂർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. പതാകകൾ ഉയർത്തിവീശിയും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടുകൂടിയും ടൗൺ ചുറ്റി നടന്ന പ്രകടനത്തിൽ സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. പടക്കം പൊട്ടിച്ചും മധുരം വിളമ്പിയുമാണ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഉൾപ്പെടെ UDF പ്രവർത്തകർ വിജയം ആഘോഷിച്ചത്. വലിയ പറമ്പ് പഞ്ചായത്തിലെ ഇടയിലക്കാട്ടിൽ ആഹ്ലാദ പ്രകടനവും പ്രഥമൻ പായസ വിതരണവും നടത്തി. വലിയ പറമ്പിലും പിലിക്കോടും UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള വനം വന്യജീവി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വനം വന്യജീവി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം ജില്ലാതല ഉദ്ഘാടനം ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗീതാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന പരിസ്ഥിതി നിർണയ കമ്മിറ്റി അംഗം പ്രൊഫസർ V ഗോപിനാഥൻ മാറുന്ന പരിസ്ഥിതിയും മാറാത്ത മനുഷ്യനും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അഷ്റഫ് K അധ്യക്ഷത വഹിച്ചു. ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. എന്ത് ചെയ്യും? രാവിലെ ഓടാൻ പോകും, കളിക്കാൻ പോകും, ഭക്ഷണം ക്രമീകരിക്കും, മരുന്ന് കഴിക്കും, അല്ലെ, റെസ്റ്റ് എടുക്കും, സ്കൂളിൽ പോലും റെസ്റ്റ് എടുക്കും. ഇതുപോലെയാണ് പ്രകൃതിയോട് നാം ഇനി ചെയ്യേണ്ടത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തതിന്റെ ഫലം നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മേഡം നേരത്തെ പറഞ്ഞത്, പരിസ്ഥിതി മലിനീകരണം, വെള്ളം കുടിക്കാനുള്ള വെള്ളമില്ലാതെ, വെള്ളത്തിന്റെ വരൾച്ച നമ്മുടെ നാടുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ലോകമഹായുദ്ധം ഉണ്ടെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന് നേരത്തെ ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശ്വസിക്കാനുള്ള വായു മലിനീകരിക്കപ്പെട്ടിട്ടുണ്ട്, വെള്ളം മലിനീകരിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ മണ്ണിലേക്ക് നമ്മൾ ഇടുന്ന പല കാര്യങ്ങളും. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ചന്ദ്രശേഖരൻ കുളങ്ങര, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബദറുൽ മുനീർ, ഫ്ലൈയിംഗ് സ്ക്വാഡ് കാസർഗോഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ V രതീശൻ, ഹോസ്ദുർഗ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സോളമൻ T ജോർജ്, സോഷ്യൽ ഫോറസ്ട്രി കാസർഗോഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗിരീഷ് K, PTA പ്രസിഡന്റ് കാർവർണൻ കാവുങ്കൽ, മണികണ്ഠൻ, ഇബ്രാഹിം ഖലീൽ, ശ്യാമള K എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ ബീന G K സ്വാഗതവും ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ NB സത്യൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മരങ്ങൾ നട്ടും തൈകൾ വിതരണം ചെയ്തും നാടെങ്ങും പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ പടന്ന MR വൊക്കേഷണൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയത് വേറിട്ട പരിസ്ഥിതി ദിനാചരണം. 7 പതിറ്റാണ്ടിലധികമായി സ്കൂൾ കവാടത്തിനടുത്ത് കുട്ടികൾക്കും പ്രദേശത്തുകാർക്കും തണൽ നൽകി ഉയർന്നു നിൽക്കുന്ന കാറ്റാടി മരത്തെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്താണ് വിദ്യാർത്ഥികൾ ക്ലാസുകളിലേക്ക് മടങ്ങിയത്. സ്കൂളിന്റെ മുന്നിലുള്ള പ്രധാന പാതയോരത്ത് മസ്ജിദിനോട് ചേർന്നുള്ള ഭാഗത്താണ് 3/4 നൂറ്റാണ്ട് പടന്നയുടെ സംരക്ഷണമായി വലിയ കാറ്റാടി മരമുള്ളത്. വേരുകൾ കാലുകളാക്കി പാതയോരത്ത് ഉയർന്നു നിൽക്കുന്ന പുരാതന കാറ്റാടി മരത്തിന്റെ തണലിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ ചടങ്ങ് സ്കൂൾ പ്രധാനാധ്യാപകൻ MC ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തലമുറകൾക്ക് തണൽ ഏകിയ ഈ മരമാണ്. ഇതെന്നും ഇവിടെ നിലനിൽക്കണം. ഇന്ന് ഈ പടന്നയിൽ ഇതുപോലുള്ള മരങ്ങളില്ല. ഇത്രയും പഴക്കം ചെന്ന ഒരു മരം ഇല്ല. എന്തോ ഭാഗ്യം കൊണ്ട് ഇപ്പോൾ ഇവിടെ ഇതുപോലെ നിൽക്കുന്നു. എല്ലാത്തിനും സാക്ഷിയായിക്കൊണ്ട് നിൽക്കുകയാണ്.
വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കി. സ്കൂൾ വിദ്യാർത്ഥി MC റംസ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ വിവിധ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുകയും വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ കലാപരിപാടിയും അവതരിപ്പിച്ചു. അധ്യാപകരായ അനീഷ് വേങ്ങാട്ട്, P. ഹരീന്ദ്രൻ, VK ശശികല, K. പ്രസാദ്, പ്രീന അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്നേഹവീടിന്റെ നേതൃത്വത്തിൽ അമ്പലത്തറ പോലീസുമായി സഹകരിച്ച് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഫലവൃക്ഷത്തൈ വെച്ചുപിടിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്നേഹവീടിന്റെ നേതൃത്വത്തിൽ അമ്പലത്തറ പോലീസുമായി സഹകരിച്ച് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഫലവൃക്ഷത്തൈ വെച്ചുപിടിപ്പിച്ചു. ഭിന്നശേഷിക്കാരായ മക്കൾ നട്ട തൈ ഞങ്ങൾ വിലപ്പെട്ട നിധിയായി സംരക്ഷിക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച സബ് ഇൻസ്പെക്ടർ ബാബു തോമസ് പറഞ്ഞു. കുട്ടികളും പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ചേർന്നാണ് സ്റ്റേഷൻ പരിസരത്ത് മരം നട്ടത്. KV നാരായണൻ, ജയകുമാർ ചുണ്ണംകുളം, മുനീസ അമ്പലത്തറ, കുഞ്ഞികൃഷ്ണൻ, ചന്ദ്രൻ KV, ബിറ്റ്ഷി ഷിബു, ജൈൻ P. വർഗീസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെർക്കള സൈനബ് മെമ്മോറിയൽ B.Ed സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. മാർത്തോമ ഭദ്ര വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച പരിപാടി റവറന്റ് മാത്യു ബേബി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ചെർക്കള സൈനബ് മെമ്മോറിയൽ B.Ed സെന്ററിന്റെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണം മാർത്തോമ ഭദ്ര വിദ്യാലയത്തിൽ നടന്നു. പരിസ്ഥിതി ദിനാചരണ പരിപാടി റവറന്റ് മാത്യു ബേബി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ഷീല അധ്യക്ഷത വഹിച്ചു. മാർത്തോമ സ്കൂൾ മാനേജർ ഫാദർ മാത്യു ബേബി, B.Ed സെന്റർ പ്രിൻസിപ്പൽ ഡോക്ടർ നീന MK, കോളേജ് യൂണിയൻ ചെയർമാൻ കുര്യൻ V. ജോസഫ്, യക്കോടെക് ക്ലബ് സെക്രട്ടറി മുഹമ്മദ് റിയ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ജോഷി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് അധ്യാപിക വിദ്യാർത്ഥികൾ ആംഗ്യഭാഷാ പഠനരീതിയെ പരിചയപ്പെടുന്നതിനായി വിദഗ്ധ അധ്യാപകരുടെ ക്ലാസുകൾ വീക്ഷിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജൂൺ 5 പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കർഷക സംഘം ജില്ലാതല പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കലും കാഞ്ഞങ്ങാട് ഏരിയയിൽ വെച്ച് നടന്നു. അതിയാമ്പൂർ ബാലബോധിനി വായനശാല പരിസരത്ത് നടന്ന പരിപാടി കർഷക സംഘം ജില്ലാ സെക്രട്ടറി P. ജനാർദ്ദനൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കർഷക സംഘം ജില്ലാതല പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കലും കാഞ്ഞങ്ങാട് ഏരിയയിൽ വെച്ച് നടന്നു. അതിയാമ്പൂർ ബാലബോധിനി വായനശാല പരിസരത്ത് നടന്ന പരിപാടി കർഷക സംഘം ജില്ലാ സെക്രട്ടറി P. ജനാർദ്ദനൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം K. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ, കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ, CPM ബെല്ല ലോക്കൽ സെക്രട്ടറി സേതു കുന്നുമൽ എന്നിവർ സംസാരിച്ചു. കർഷക സംഘം ബെല്ല വില്ലേജ് സെക്രട്ടറി ഗോപാലൻ ബെല്ല സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആദ്യമായി കാസർഗോഡ് ജില്ലയിലെത്തുന്ന സംസ്ഥാന കുടുംബശ്രീ കലോത്സവമായ അരങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂൺ 7, 8, 9 തീയതികളിലായി പിലിക്കോട് പഞ്ചായത്തിലെ കാലിക്കടവിലാണ് കലാമാമാങ്കം അരങ്ങേറുന്നത്. കഴിഞ്ഞ വർഷം മേള നടന്ന തൃശൂരിൽ നിന്ന് കാസർഗോഡേക്ക് അരങ്ങ് സംസ്ഥാന കലോത്സവം എത്തുമ്പോൾ പ്രത്യേകതകളും ഏറെയുണ്ട്. 18 മുതൽ 40 വയസ്സുവരെയുള്ള ചെറുപ്പക്കാരികൾക്ക് വേണ്ടി 2 വർഷം മുൻപ് രൂപീകരിച്ച ഓക്സിലറി ഗ്രൂപ്പുകൾക്ക് അരങ്ങിൽ പ്രത്യേകമായി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതാദ്യമായാണ്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് 46, ഓക്സിലറി അംഗങ്ങൾക്ക് 46 ഇനങ്ങൾക്ക് പുറമെ പൊതു ഇനങ്ങളിലും മത്സരങ്ങൾ നടക്കും. 14 വേദികൾ ഇതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. 3500ഓളം കലാകാരികളും കുടുംബശ്രീ അംഗങ്ങളും പൊതുജനങ്ങളും 3 ദിനങ്ങളിൽ കലോത്സവ നഗരിയിലെത്തും. ആണൂർ ഗാലക്സി ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം ഒരുക്കുന്നത്. പയ്യന്നൂർ, ചെറുവത്തൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് മത്സരാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കിയത്. അരങ്ങിന്റെ മുന്നോടിയായി 2 സെമിനാറുകളും അരങ്ങ് പൂർവ്വകാല വിജയികളുടെ സംഗമവും തെരുവോര ചിത്രരചനയും നടത്തി. ജില്ലയിലെ 12456 അയൽക്കൂട്ടങ്ങളിലും അരങ്ങൊരുക്കം പ്രഖ്യാപനവും അരങ്ങ് ദീപം തെളിയിക്കുകയും ചെയ്തു. ജില്ലയിലെ മുഴുവൻ ADS, CDS, കുടുംബശ്രീ സംരംഭങ്ങളുടെ സഹകരണത്തോടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രചാരണ ബോർഡുകളും ഒരുക്കിയിരുന്നു. കാലിക്കടവ് പഞ്ചായത്ത് മൈതാനം, GHSS പിലിക്കോട്, GUPS ചന്തേര, പിലിക്കോട് ഫൈൻ ആർട്ട് സൊസൈറ്റി, പിലിക്കോട് പഞ്ചായത്ത് ഹാൾ, GUPS പിലിക്കോട്, ഫ്രണ്ട്സ് ക്ലബ് കാലിക്കടവ് എന്നിവിടങ്ങളിലാണ് വേദികൾ. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ സംസ്ഥാന കലാമേള ഉദ്ഘാടനം ചെയ്യും. M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. അരങ്ങ് ലോഗോ സമ്മാന വിതരണം NA നെല്ലിക്കുന്ന് MLA നിർവഹിക്കും. ജില്ലയിലെ MLA മാർ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ,
കാസർഗോഡ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. 14 ജില്ലകളിലെയും മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ പരിശോധനകൾ പൂർത്തിയാക്കി. സംസ്ഥാന പ്രോഗ്രാം മാനേജർ CC നിഷാദ്, ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ, മീഡിയ ചെയർമാൻ VV സജീവൻ, കൺവീനർ A ജ്യോതിഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന അനിശ്ചിതകാല സമരം 100 ദിനം പിന്നിട്ടു. 100ാം ദിനത്തിൽ ആക്ഷൻ കമ്മിറ്റി ശയനപ്രദക്ഷിണ പ്രതിഷേധ സമരം നടത്തി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ 100ാം ദിനത്തിൽ ആക്ഷൻ കമ്മിറ്റി ശയനപ്രദക്ഷിണ പ്രതിഷേധ സമരം നടത്തി. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മീറ്ററുകളോളം നടന്ന ശയനപ്രദക്ഷിണ പ്രതിഷേധത്തിൽ ദേശീയപാത ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പങ്കാളികളായി. സഞ്ജീവ ഷെട്ടി മാട സമരം ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ സക്കറിയ ശാലിമാർ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക സാമുദായിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ സമരത്തിൽ പങ്കെടുത്ത് ഐക്യദാർഢ്യ പ്രഭാഷണം നടത്തി. പ്രസ്തുത സമരം അധികൃതരുടെ കണ്ണു തുറപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സമരസമിതിയുടെ ഭാരവാഹികൾ പറഞ്ഞു. ന്യായമായ ആവശ്യം പരിഗണിക്കുന്നതിൽ അധികൃതർക്കുണ്ടായ അനാസ്ഥയാണ് 3 മാസത്തിലേറെയായി അനിശ്ചിതകാല സമരം നീണ്ടുപോകാൻ കാരണമായതെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് സമരസമിതി കാര്യങ്ങളുടെ ഗൗരവം ബോധിപ്പിച്ചിരുന്നു. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ദേശീയപാതയിൽ വെയിലും മഴയും വകവയ്ക്കാതെ സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തുന്ന സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി KMCC മോർണിംഗ് കോൺക്ലേവ് സംഘടിപ്പിച്ചു. PA ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി UAE KMCC ഉപദേശക സമിതി വൈസ് ചെയർമാൻ യഹ്യ തളങ്കര ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അബുഹയിൽ PA ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മോർണിംഗ് കോൺക്ലേവ് UAE KMCC ഉപദേശക സമിതി വൈസ് ചെയർമാൻ യഹ്യ തളങ്കര ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ലോകത്തിലെ സുശക്തമായ ജനാധിപത്യ രാജ്യമായി എന്നും നിലനിൽക്കുമെന്നും രാജ്യം സ്വതന്ത്രമായതു മുതൽ പിന്തുടർന്നു പോന്ന നെഹ്റുവിയൻ ആധുനികതയുടെയും മതനിരപേക്ഷതയുടെയും ബഹുസ്വര ദേശീയ ഭാവനയുടെയും നിരാകരണത്തിലൂടെ ഭാരതത്തിന്റെ അപനിർമ്മാണം സ്വപ്നം കാണുന്ന ഫാസിസ്റ്റ് ശക്തികൾക്ക് അതിനൊരിക്കലും സാധിക്കില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി, ഹുസൈനാർ ഹാജി എടച്ചാക്കൈ, ഹംസ തൊട്ടി, ഹനീഫ് ചെർക്കള, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, അബ്ദുള്ള ആറങ്ങാടി, അഫ്സൽ മെട്ടമ്മൽ, റാഫി പള്ളിപ്പുറം, ജനറൽ സെക്രട്ടറി ഹനീഫ് TR, ഡോക്ടർ ഇസ്മായിൽ മൊഗ്രാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മെർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിയ SN കോളേജിലായിരുന്നു പരിസ്ഥിതി ദിനാചരണം നടത്തിയത്. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പെരിയ SN കോളേജിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആചരിച്ചത്. പെരിയ SN കോളേജ് ചെയർമാൻ രാജൻ പെരിയ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂൺ 5-ാം തീയതിയുടെ പ്രാധാന്യം സ്വാഗത പ്രാസംഗികങ്ങൾ വളരെ സവിസ്തരം പറയുകയുണ്ടായി. തീർച്ചയായും ഈ സംഘടന കാസർഗോഡ് ജില്ലയിലെ ഈ ഒരു പരിപാടി നമ്മുടെ കോളേജിൽ വെക്കുകയും കുട്ടികൾക്ക് ഇതൊരു മാതൃകയാകുകയും ചെയ്തതിൻ്റെ നന്ദി ഞാൻ ആ സംഘടനയെ അറിയിക്കും. അതോടൊപ്പം തന്നെ ഇനിയും ഭാവിയിലും ആ സംഘടന നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പരിപാടികൾ നടത്തി ഒരു ബോധവൽക്കരണം നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നമസ്കാരം. FUMMA ജില്ലാ പ്രസിഡന്റ് കുമാരൻ ഐശ്വര്യ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഷാഫി നാലപ്പാട മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ, ഫറൂഖ് മെട്രോ, പ്രദീപ് ഒമേഗ തുടങ്ങിയവർ സംസാരിച്ചു. FUMMA ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഡയാന സ്വാഗതം പറഞ്ഞു. രവീന്ദ്രൻ ഭാരത് നന്ദിയും പറഞ്ഞു. തുടർന്ന് കോളേജ് അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് നെല്ലിക്കുന്ന് അൻവറുൽ ഉലൂം AUP സ്കൂളിൽ അറിവിന്റെ അക്ഷരമുറ്റത്ത് കുരുന്നുകളെ സ്വീകരിക്കാൻ സംഘടിപ്പിച്ച പ്രവേശനോത്സവം നാടിന്റെ ഉത്സവമായി. വർണ്ണത്തൊപ്പികളും അക്ഷരക്കാർഡുകളും ബലൂണുകളുമായി കുട്ടികളെ ക്ലാസുകളിലേക്ക് സ്വീകരിച്ചു. നെല്ലിക്കുന്ന് AUP സ്കൂളിൽ വർണ്ണാഭമായ പരിപാടികളോടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അറിവിന്റെ അക്ഷരമുറ്റത്ത് കുരുന്നുകളെ സ്വീകരിക്കാൻ സംഘടിപ്പിച്ച പ്രവേശനോത്സവം നാടിന്റെ ഉത്സവമായി. വർണ്ണത്തൊപ്പികളും അക്ഷരക്കാർഡുകളും ബലൂണുകളുമായി കുട്ടികളെ ക്ലാസുകളിലേക്ക് സ്വീകരിച്ചു. പ്രവേശനോത്സവം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു.
PTA പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹനീഫ് നെല്ലിക്കുന്ന്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് NM സുബൈർ, ജനറൽ സെക്രട്ടറി കമറുദ്ദീൻ തായൽ, ട്രഷറർ അബ്ദു തൈവളപ്പ്, വാർഡ് കൗൺസിലർ അബ്ദുറഹ്മാൻ ചക്കര, ഹമീദ് ബദരിയ, മുസമ്മിൽ SJ, ജമാൽ, ഇസ്മയിൽ മാപ്പിള എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ ഗോപിനാഥൻ K സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വേണുഗോപാലൻ K നന്ദിയും പറഞ്ഞു. തുടർന്ന് പുതുതായി പ്രവേശനം നേടിയ കുട്ടികളുടെ രക്ഷിതാക്കൾക്കുള്ള ശില്പശാല നടന്നു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് NM സുബൈർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സൊസൈറ്റിയിലെ കോടികളുടെ തട്ടിപ്പ്. മുഖ്യപ്രതിയടക്കം 2 പേർ പിടിയിൽ. രാഷ്ട്രീയത്തിനതീതമായി വോട്ടുകൾ ലഭിച്ചതാണ് വലിയ ഭൂരിപക്ഷം നൽകിയതെന്ന് ഉണ്ണിത്താൻ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് തനിക്ക് ലഭിച്ചതായും ഉണ്ണിത്താൻ. ഉണ്ണിത്താന്റെ വൻ വിജയം പരമ്പരാഗത ഇടത് കോട്ടകൾ തകർത്തെറിഞ്ഞ് നേടിയത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. സുരേഷ് ഗോപിയുടെ വിജയം. ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ ശയനപ്രദക്ഷിണം നടത്തി. ലോക പരിസ്ഥിതി ദിനാഘോഷം. കേരളം വനം വന്യജീവി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ഉദ്ഘാടനം ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന അനിശ്ചിതകാല സമരം 100 ദിനം പിന്നിട്ടു. ശയനപ്രദക്ഷിണ സമരം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.